ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റതിന് ശേഷം ഞാൻ അപ്പം തന്നെ വെള്ളം കുടിക്കും കേട്ടോ. കാരണം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നന്നായി വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ചായ എന്തായി എന്നറിയാനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും അമ്മ ഇവിടെ എനിക്ക് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം രാവിലെ എണീറ്റ് അപ്പം തന്നെ എനിക്ക് ചായ കിട്ടണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വിശപ്പാണ്, സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ എനിക്ക് രാവിലേക്കുള്ള കടിയൊക്കെ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ അതൊക്കെ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ നമുക്കിനി ഗുളിക കഴിക്കണം. എനിക്ക് പ്രഗ്ന കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റും ഉണ്ട്, അതുപോലെ തന്നെ അയണിൻ്റെയും അതേപോലെ തന്നെ മറ്റേ ഇതിൻ്റെയൊക്കെ ഗുളികകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അപ്പോൾ അത് രണ്ടും കൂടെ കഴിക്കുകയാണ് ഞാൻ. അപ്പോൾ അതൊക്കെ നോക്കിയെടുത്ത് കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ചൂടുവെള്ളം കുടിച്ചു കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഭയങ്കര കൂടുതലാണ്. ഒരു 4 മാസമൊക്കെ ആയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുവെള്ളം എടുത്തിട്ട്, നല്ല ചൂടുവെള്ളമല്ല, കുറച്ച് ഇങ്ങനെ അതായതിനു ശേഷം ഞാൻ കഴിച്ചു. അപ്പോൾ ഒരു ഗ്യാസിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ബദാം കുതിർത്തിയതെടുത്ത് അത് തൊലിയൊക്കെ കളഞ്ഞ് കഴിച്ചു. ഉമ്മാർത്ത് കുറച്ച് നേരം വന്നിരുന്നു, തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ വെയിലൊക്കെ ഒന്ന് കൊള്ളാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല സുഖമുള്ള വെയിൽ, രാവിലത്തെ നമ്മുടെ വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ബദാമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു റിലാക്സ്. എനിക്ക് ഉമ്മാർത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മഴ പെയ്താലും നല്ല തണുവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കിടന്നു. എനിക്ക് പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉമ്മാർത്ത് പോയിരുന്നു. പിന്നെ ഒരു മിഠായി ഒക്കെ എടുത്ത് കഴിച്ചിട്ട് അമ്മ അവിടെ മിറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിറ്റടിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനും മിഠായി കഴിക്കാൻ വേണ്ടിയിട്ട്, എനിക്കങ്ങനെ ചോക്ലേറ്റിനോടൊന്നും വലിയ താല്പര്യം പണ്ടുമില്ല. ഇപ്പം ഈ സമയത്തും എനിക്ക് അങ്ങനെ ചോക്ലേറ്റിനോടൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഷുഗറിൻ്റെ എന്തോ ഒരു കുറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിശപ്പും ഒരു തളർച്ചയൊക്കെ തോന്നിയപ്പോൾ ഞാനൊരു മിഠായി എടുത്ത് കഴിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഉഷാറായിട്ടോ. അപ്പോൾ ഞാൻ വെച്ചു സമാധാനമായി എന്ന് പറഞ്ഞ പോലെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടെ കഴിച്ചായിരുന്നു കേട്ടോ. ഇന്ന് ഫുള്ള് മധുരമാണ് കഴിച്ചത്. മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരുപാടൊന്നും കഴിക്കാറില്ല. പിന്നെ എനിക്ക് വേണം എന്നുള്ളൊരു കൊതിയൊന്നുമില്ല. ഉണ്ടെങ്കിൽ കഴിക്കും, അത് ഒരുപാടൊന്നും കഴിക്കില്ല. ടേസ്റ്റൊക്കെ ഇങ്ങനെ നോക്കും, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഹെവി ആയിട്ട് അങ്ങനെ കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പം അങ്ങനെ അത് ഞാൻ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് കിടന്നുറങ്ങി എണീറ്റു കേട്ടോ. പിന്നെ എണീറ്റ് ഞാൻ ചോറുണ്ടതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ മറന്നുപോയി. കാരണം ഇപ്പോൾ എപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ടാണല്ലോ വിശപ്പ്. പണ്ടത്തെ പോലെ കറക്റ്റ് ടൈമിങ്ങിനൊന്നുമല്ല, വിശക്കുമ്പോൾ വേഗം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷം നമ്മുടെ കുഴലപ്പം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴലപ്പം. കുഴലപ്പത്തിൻ്റെ കൂടെ ഞാൻ അയിനാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഒന്നും മുറ്റത്തിറങ്ങി നടന്നു, കാരണം നടക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. പിന്നെ കുറച്ച് നേരം നടക്കാറുണ്ട്. പിന്നെ അതേ നമ്മുടെ മുല്ലയൊക്കെ മുട്ടിട്ടിട്ടുണ്ട്, അതൊക്കെ വിരിയാറായിട്ടുണ്ട്. എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇത്ര വരെയുള്ളൊരു കുഞ്ഞ വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.